യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തിന് എല്ലാവരെയും അറിയിക്കുന്നു. ആമേൻ. വളരെ സന്തോഷമുണ്ട്. എറണാകുളത്ത് നിന്ന് വന്നവരുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട്, കൊട്ടാരക്കരയിൽ നിന്ന് വന്നവരുണ്ട്, അങ്ങനെ വിവിധ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നവരുണ്ട്. നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് പാൽക്കാലം ഞാനൊരു ഉറപ്പ് പറയാം, ഇത്രയും ദൂരം നിങ്ങൾ വന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു പോംവഴി കർത്താവിന് തരും. മത്തായി 11:11. മത്തായിയുടെ 11:11 എടുത്തവർ ഇനി എന്നെ ശ്രദ്ധിച്ചാട്ടെ. ബൈബിളിൻ്റെ അകത്ത് നോക്കിയിരിക്കേണ്ട. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ദൈവവചനം പറയുന്നു, യേശു കർത്താവ് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. യേശു എന്താണ് അങ്ങനെ പറയാൻ കാരണം? യോഹന്നാനേക്കാളും വലിയവരാരും ജനിച്ചിട്ടില്ലയോ? പ്രവാചകന്മാര് എത്രയോ പേർ, എത്രയോ മിടുമിടുക്കന്മാരായ അഭിഷിക്തന്മാർ. എന്നിട്ടും ദൈവം പറയുകയാണ്, യോഹന്നാനേക്കാൾ വലിയവനായി സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാരും ഇതുവരെ ജനിച്ചിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഇത് തമ്പുരാൻ പറയാനുള്ള കാരണം, യോഹന്നാൻ മരിച്ചവരെ ഉയർപ്പിച്ചതുകൊണ്ട് അവൻ വലിയവനാണെന്നല്ല പറഞ്ഞത്. യോഹന്നാൻ വലിയ ശുശ്രൂഷയുള്ളവനായതുകൊണ്ട് യോഹന്നാനേക്കാളും വലിയവൻ ആരുമില്ലെന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞത്, ഉപദേശത്തിൻ്റെ കാര്യത്തിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരും അതുവരെ ജനിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത്, അല്ലെങ്കിൽ രോഗിയെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, ഈ ഒരു കെയർ ഓഫിലല്ല യേശു യോഹന്നാന് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഉപദേശത്തിൻ്റെ കാര്യത്തിൽ, ഉപദേശിക്കുന്നതിൻ്റെ കാര്യത്തിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരും സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടില്ല എന്ന് കർത്താവ് വിളിച്ചു പറയുന്നു. സ്തോത്രം. ഈ ഉപദേശം എന്ന് പറയുമ്പോൾ യോഹന്നാനേക്കാളും മുമ്പേ വന്നവർ ഉപദേശിച്ചിട്ടില്ലേ? അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. മത്തായിയുടെ 3:1 പറയുന്നു, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? മാനസാന്തരപ്പെടുവീൻ. ആമേൻ. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ പ്രാസംഗികനായ ഉപദേശിയുടെ ഉപദേശം നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതാണ്. മോശയുടെ കാലഘട്ടം മുതൽ യോഹന്നാന്റെ സമയം വരെ നിലനിന്ന ഒരു പ്രമാണമുണ്ട്. അതുകൊണ്ടാണ് ആ കാലത്ത് എന്ന് വചനം പറയാൻ കാരണം. ആ കാലമെന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ആ കാലഘട്ടത്തിലാണ് യോഹന്നാൻ ഉപദേശിച്ചത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഉപദേശത്തിന്റെ കാര്യത്തിൽ യോഹന്നാനേക്കാൾ വലിയവനായി സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ ആരും ഉണ്ടായിട്ടില്ല. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തിയ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. അപ്പോൾ ആ കാലം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കടുംകട്ടി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യരുത്, അത് നോക്കരുത്, ഇത് പിടിക്കരുത്, അത് രുചിക്കരുത് എന്ന് ന്യായപ്രമാണങ്ങൾ പറഞ്ഞ് മനുഷ്യനെ തടവറയ്ക്കകത്താക്കി ഇട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യോഹന്നാൻ എഴുന്നേറ്റ ഒറ്റ ഉപദേശം, സകല എണ്ണവും മാനസാന്തരപ്പെട്ടോണം. ഹല്ലേലൂയ.
ഈ മാനസാന്തരമാണ് ഒരു മനുഷ്യനെ സ്വർഗത്ത് കൊണ്ടുപോകുന്നത്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ന്യായപ്രമാണങ്ങൾ ആരെയും സ്വർഗത്ത് കൊണ്ടുപോകുന്നില്ല. സ്വർഗത്ത് കൊണ്ടുപോകുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്, മാനസാന്തരമാണ്. ആമേൻ. കർത്താവ് കൊടുത്ത സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് കൊടുത്ത കൽപ്പനകൾ, അതിനോട് ചേർന്ന 100 കൽപ്പനകൾ, ഈ കൽപ്പനകൾ പ്രമാണിച്ചൊന്നും ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തമ്പുരാൻ അറിഞ്ഞതുകൊണ്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലോട്ട് വിട്ട് സ്നേഹം കൊടുത്തത്. സ്തോത്രം. പ്രമാണങ്ങളിൽ കൂടെ ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് സ്വർഗത്തിന് നല്ലതുപോലെ മനസ്സിലായപ്പോൾ ഏകജാതനായ പുത്രനെ തന്റെ ഹൃദയം കൊടുത്ത് ഇങ്ങോട്ട് ഇറക്കി വിട്ടു. യോഹന്നാന് പറയാനുള്ളത് അതാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്. ആവശ്യമില്ലാത്ത ന്യായപ്രമാണത്തിൽ കുടുങ്ങി നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ മാനസാന്തരപ്പെടുവീനെന്ന് ആദ്യമേ ഉപദേശിച്ച ഉപദേശി യോഹന്നാനാണ്. ഹല്ലേലൂയ. എനിക്ക് ആ ഭാഗം കർത്താവ് വെളിപ്പെടുത്തി തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ആ യോഹന്നാന്റെ പിൻതലമുറക്കാരാണ് നമ്മൾ പ്രസംഗിക്കുന്നത് ന്യായപ്രമാണമല്ല, നമ്മൾ പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ സ്നേഹമാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ സ്നേഹമാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ ഹൃദയമാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് അവൻ്റെ രക്തമാണ്. നമ്മൾ പ്രസംഗിക്കുന്നത് അവൻ്റെ മാംസമാണ്. ഇത് പറയുമ്പോൾ ആത്മാവിന്റെ അകത്ത് തീ കത്തണം. ആ കാലത്ത് ഒരു കൊടും വാഴ്ച നടക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകമുള്ള ഒരുത്തൻ ഇറങ്ങി നിന്നിട്ട് പ്രസംഗിച്ചു, നിങ്ങളെ മാനസാന്തരപ്പെട. അതായിരിക്കണം പ്രസംഗം. ഹല്ലേലൂയ. എന്നെ കർത്താവ് ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒന്ന്, തമ്പ്രാൻ ഇതിൻ്റെ തന്നെ പഠിപ്പിച്ച ഒരു കാര്യം, പ്രസംഗം എന്ന് പറഞ്ഞാൽ, ഉപദേശം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനെ മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെടുത്തി കരക്കെടുക്കുന്നതായിരിക്കണം പ്രസംഗം അല്ലെങ്കിൽ ഉപദേശം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഒരു സ്തോത്രം പറ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. അതിന്റെ വാക്യം 10 യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. ഈ ഉപദേശം കൊടുത്തവൻ യോഹന്നാനാണ്. അതിനു മുമ്പ് ഒരുത്തന് ഉപദേശം കൊടുത്തില്ല. അതിനു മുമ്പ് കൊടുത്ത ഉപദേശം ന്യായപ്രമാണം അനുസരിച്ചാൽ, ന്യായപ്രമാണം അനുസരിച്ചാൽ സ്വർഗത്ത് പോകാം. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, ഇത്തരം ന്യായപ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന നായ്ക്കളുടെ അടുത്ത് പോകരുതെന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞത്. പൗലോസ് അഭിഷേകമുള്ളവനാ. പൗലോസിന് മനസ്സിലായി ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യന് രക്ഷപ്പെടത്തില്ലെന്ന് മനസ്സിലായ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഇത്തരം നായ്ക്കളുടെ അടുത്ത് നിങ്ങൾ പോകരുത്. അതെന്താ പറയാൻ കാരണം? ന്യായപ്രമാണം പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ചു, പരിച്ഛേദന ഏൽക്കാത്തവന് നിത്യത ഉറപ്പാക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ പരിച്ഛേദന എടുക്കുന്നവൻ മാത്രമേ സ്വർഗത്ത് പോകത്തുള്ളൂ. ഇതാണ് ന്യായപ്രമാണമെങ്കിൽ യോഹന്നാൻ വിളിച്ചു പറയുന്നു, സ്വർഗത്ത് പോകാൻ പരിച്ഛേദന ചെയ്യണ്ട. നിന്റെ ശരീരത്തിലെ അവയവത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണ്ട. നിന്റെ ഹൃദയ പരിച്ഛേദന വന്നാൽ മതി, നിനക്കൊരു മാനസാന്തരം വന്നാൽ മതി, നീ സ്വർഗത്ത് പോയിരിക്കും. അത് നിശ്ചയമാണ്. അങ്ങനെ ഉപദേശിച്ച് ഒരൊറ്റ ഉപദേശിച്ച് ഈ ലോകത്തുള്ള അവന്റെ പേര് യോഹന്നാനെന്നോ. സ്തോത്രം. ഞാൻ എന്നെ കേൾക്കുന്നവരോട് സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. നിന്റെ പ്രസംഗം മാനസാന്തരപ്പെടുത്താൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കണം. നിന്റെ വായ്ക്കകത്തൂടെ പുറപ്പെടുന്ന വാക്കുകൾ കേട്ടാൽ ഒരുവന് മാനസാന്തരമുണ്ടായി സ്നാനപ്പെടുത്തണം. ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആത്മാവിലൊരു കാര്യം പറയാം. നീ ഇനി ഏതെല്ലാം തരത്തിലുള്ള വിവിധ വർണ്ണത്തിലുള്ള വിവിധ പേരിലുള്ള
കുപ്പായമിട്ട് പ്രസംഗിച്ചാലും ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടത്തില്ലെങ്കിൽ നിന്റെ പ്രസംഗം ആർക്ക് വേണം? ദൈവരാജ്യത്തിന് കൊള്ളാത്ത പ്രസംഗം, ഒരു പാവിയായ മനുഷ്യന് കൊള്ളാത്ത പ്രസംഗം ഈ സമൂഹത്തിന് വേണ്ട. സമൂഹത്തിന് വേണ്ട പ്രസംഗം അഭിഷേകമുള്ള പ്രസംഗം. ഓ സ്തോത്രം. അന്നും ഇന്നും സത്യം പറയുന്നവരെ ജനം ചീത്ത വിളിക്കും. അവൻ ദുരുപദേശം പ്രസംഗിക്കുന്നവനെന്ന് പറയും. കഴിഞ്ഞ ദിവസം ഈ വാക്യത്തിൻ്റെ അകത്ത് ദൈവം എന്നെ വെളിപ്പെടുത്തി തന്ന 2-3 കൂട്ടുകാർ കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്നത്തെ പ്രസംഗം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓരോ ദിവസം ഓരോ രീതിയിലാണ് പ്രസംഗം പോകുന്നത്. സ്തോത്രം. യോഹന്നാൻ പ്രസംഗിച്ചു. സ്തോത്രം. യോഹന്നാൻ പ്രസംഗിച്ചപ്പോൾ യഹൂദയിലും യോർദാന്റെ ഇരുകരയിലുള്ള സകല ജനങ്ങളും ഓടി വന്ന് പാപങ്ങളേറ്റു പറഞ്ഞ്, സ്തോത്രം, പാപങ്ങളേറ്റു പറഞ്ഞ് യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ഈ യോഹന്നാൻ സ്നാപകൻ ഒരുത്തന്റെ വീട്ടിൽ ചെന്നിരുന്ന് സ്നാന ക്ലാസ് എടുത്തില്ല. അഭിഷേകമുള്ളവന്റെ വാക്ക് കേട്ടാൽ മതി, ജനത്തിന്റെ ഹൃദയം തുറക്കും. സ്തോത്രം. എന്നെ അവിടെ നിർത്തിക്കൊണ്ട് തമ്പുരാൻ കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കട്ടെ. ഇന്ന് സ്നാനപ്പെടണമെങ്കിൽ സ്നാനപ്പെടുത്തുന്നവനും സ്നാനപ്പെടുന്നവനും വെള്ളം ധരിക്കണം. വെള്ളം ധരിക്കാത്ത ഒരു ദൈവദാസൻ ആരെ സ്നാനപ്പെടുത്താൻ സ്നാനക്കുളത്തിൽ ഇറങ്ങത്തില്ല. വെള്ള ധരിക്കാതെ വന്നാൽ ആരെ സ്നാനപ്പെടുത്തത്തില്ല. ഇത് എവിടുത്തെ ഉപദേശമാ സഹോദരന്മാരെ? ബൈബിളിന്റെ അകത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? യോഹന്നാൻ പ്രസംഗിച്ചത് വെള്ളയുടെ പുട്ടുകൊട്ടല്ല, മീശ വടിച്ചോട്ടല്ല, സ്വർണ്ണം ഊരിക്കളഞ്ഞിട്ടല്ല. അവിടെ വചനം പറയുന്നു, അവൻ ഒട്ടക രോമത്തിന്റെ ഉടുപ്പ് ധരിച്ച് തോൽവാർ അരയിൽ കെട്ടിനിന്ന് പ്രസംഗിച്ചപ്പോൾ 10,000 ജനങ്ങൾ ഇറങ്ങി വന്ന് സ്നാനപ്പെട്ടത് ഒരു ഡ്രസ് കോഡിന്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ടല്ല. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ വെള്ളയിട്ടില്ല. വചനത്തിൽ പറയുന്നത് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് മീശ വടിക്കാത്ത ഒരു മനുഷ്യൻ, താടി വടിക്കാത്ത ഒരു മനുഷ്യൻ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു വെള്ള ഷർട്ടും ഇടാതെ ഒരു 10,000 ജനങ്ങൾ ഓടി വന്ന് സ്നാനപ്പെട്ടു പോയി. എന്നോട് ദൈവം പറഞ്ഞു, കുഞ്ഞേ, പ്രസംഗിക്കാനോ സ്നാനപ്പെടുത്തുവാനോ സ്വർഗത്ത് പോകുവാനുള്ള മാനദണ്ഡം മീശ വടിക്കുന്നതോ വെള്ള ഡ്രസ് ഇടുന്നതോ സ്വർണ്ണം ഊരിക്കളയുന്നതോ അല്ല. അഭിഷേകമാണ്. അഭിഷേകം. സ്തോത്രം. ഇന്ന് യോഹന്നാന്റെ ഉപദേശമാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത്. ആമേ. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ എനിക്ക് ഡ്രസ് കോഡിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ എനിക്ക് തൊപ്പിയുടെ വടിയുടെ ആവശ്യമില്ല. ഹല്ലേലൂയ. എന്റെ അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറക്കും. എന്റെ അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ രോഗികളെ സൗഖ്യമാകും. എന്റെ അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസാന്തരം വരും. നിങ്ങൾ ഈ മണ്ഡലത്തിലോട്ട് കയറി വാ. ന്യായപ്രമാണങ്ങളുടെ കാലഘട്ടങ്ങൾ അവസാനിച്ചു. നിങ്ങൾ അതിടരുത്, ഇതിടരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന പ്രമാണങ്ങളെ എന്നെ ഞങ്ങൾ വെച്ച് പൂട്ടി ഇന്ന് സ്വർഗത്തിന്റെ നീതിയാ വെളിപ്പെട്ടു നിൽക്കുന്നത്. ഇന്ന് സ്വർഗത്തിന്റെ അഭിഷേകമാ അഭിഷിക്തന്മാരെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത്. എടാ, അഭിഷേകമുള്ളവൻ എവിടെ ഇറങ്ങി നിന്നാലും ദുരാത്മ മണ്ഡലങ്ങൾ പൊട്ടിപ്പോകും. എടാ, രോഗി സൗഖ്യമാകും. എത്ര ഹൃദയകാഠിന്യമുള്ളവന്റെയോ ഹൃദയത്തിന് മാനസാന്തരമുണ്ടായി അവൻ സ്നാനത്തിന് വേണ്ടി ചാടിയിറങ്ങും. ആമേ. ഇതാണ് കപ്പാസിറ്റി. ഇതാണ് ഒരു ശുശ്രൂഷകന് വേണ്ടത്. ഹല്ലേലൂയ. നിന്റെ ഡ്രസ് കോഡ് അഭിഷേകമായിരിക്കണം. ഒരിക്കൽ ഇന്നസെന്റിനോട് ഒരാൾ ചോദിച്ചു, ചേട്ടൻ എന്തിനാണ് ഈ ജുബയും ഈ കണ്ണാടിയും ഈ വാച്ചും ഒക്കെ കെട്ടി എപ്പോഴിങ്ങനെ നടക്കുന്നത്? അദ്ദേഹം കൊടുത്തൊരു മറുപടി അറിയാവോ?
ഞാൻ നല്ലൊരു കലാകാരനല്ല, എനിക്കൊരു കഴിവുമില്ല. പിന്നെ എൻ്റെ ഈ പത്രാസ് കണ്ടെങ്കിലും ആൾക്കാർ ഞാനൊരു വലിയൊരാളാണെന്ന്. എടാ, ഈ പരിപാടി ദൈവരാജ്യത്തിന്റെ അവസാനിച്ചു. വെള്ളയിട്ടില്ലെങ്കിലോ ഞാൻ ധരിച്ചിരിക്കുന്നത് അഭിഷേകമാ. എന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ശത്രു സൈന്യങ്ങളില്ല, അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളില്ല. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമന്റ് വന്നു, പാസ്റ്ററെ കണ്ട പാസ്റ്ററിന്റെ ലുക്കില്ലല്ലോ, എന്താ ചിരിക്കാത്തതെന്ന്. സ്തോത്രം. എന്നെ ആ സഹോദരൻ കേൾക്കുന്നുണ്ടെങ്കിൽ മറുപടി ഇപ്പം തരാം. പാസ്റ്ററുടെ ലുക്ക് നിങ്ങളുടെ നോട്ടത്തിൽ മീശ പഠിച്ചതും വെള്ളയിടുന്നതും ആഭരണം ധരിക്കാത്തതാണെങ്കിൽ ആ കാലഘട്ടം കഴിഞ്ഞു പോയി. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. രണ്ട്, എനിക്ക് ചിരിയില്ല സുഹൃത്തെ. ഞാൻ കോമഡി പറയാനല്ല സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. സുവിശേഷം കോമഡി അല്ല കേട്ടോ. സുവിശേഷം അത് കോമഡി അല്ല. സുവിശേഷം അത് സീരിയസ് ആണ്. സ്തോത്രം. ഒരു അധികാരത്തിലിരിക്കുന്ന ആരെങ്കിലും അവന്റെ ജോലി മണ്ഡലത്തിൽ ചിരിച്ചോണ്ടാന്നോ ഇരിക്കുന്നേ? ആണോ? ഒരു വക്കീല് ചിരിച്ചോണ്ടാന്നോ ഇരിക്കുന്നേ? അതോ ഒരു MLA ചിരിച്ചോണ്ടാണോ ഇരിക്കുന്നത്? ഒരു പ്രൈം മിനിസ്റ്റർ ചിരിച്ചോണ്ടാണോ ഇരിക്കുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥ ചിരിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? അല്ലേ, അല്ല. കാരണം അവൻ കൈകാര്യം ചെയ്യുന്ന മേഖല സീരിയസ് ആയതുകൊണ്ട് അവന് സീരിയസ്. ഹല്ലേലൂയ. എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരെക്കാളും സീരിയസ് ആയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് ദൈവദാസന്മാർ. എന്താണ് സീരിയസ്നെസ്? എൻ്റെ ആത്മാവ് സ്വർഗത്ത് പോകുവാൻ, നിങ്ങളുടെ ആത്മാവ് സ്വർഗത്ത് പോകാൻ പഠിപ്പിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു പുൽപിറ്റായത്. ഇവിടെ നിന്ന് കോമഡി പറയാനല്ല, ഇവിടെ നിന്ന് കോമഡി പറഞ്ഞ് ജനത്തിന്റെ കയ്യടി വാങ്ങിക്കുന്നവൻ ദൈവദാസനല്ല. ഹല്ലേലൂയ. 1 മണിക്കൂർ ഒരു ദൈവദാസന് സ്റ്റേജ് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം കുറ്റം പറച്ചില്ല. അവന്റെ ഡ്രസ്സിങ്, അവിടെ ഡ്രസ്സിങ്, മുടി അങ്ങനെ ഇടുന്നു, ജീൻസ് ഇട്ടോണ്ട് വരുന്നു. എന്റെ പൊന്നു ദൈവദാസനെ, സുവിശേഷം ഇതല്ല. സുവിശേഷം പറഞ്ഞാൽ അവന്റെ മാനസാന്തരം ഉണ്ടായി അവനെ നീ സ്നാനപ്പെടുത്തണം. നിന്റെ സുവിശേഷം കേട്ടിപ്പോ ഒരുത്തനും സഭയ്ക്കകത്ത് കയറാറായി. നിങ്ങളുടെ കോമഡി കേട്ട് ചിരിക്കുന്ന ഒരു കൂട്ടം നിന്റെ മുമ്പിൽ ഇരുന്നാല് വ്യാപകപരമായിട്ട് നോക്കിയാൽ ഇന്ന് ആത്മീയ ഗോളം പരാജയത്തിലാണ്. കാരണം നിങ്ങളുടെ കോമഡിയോ നിങ്ങളുടെ കുറ്റപ്പെടുത്തലോ മനുഷ്യനെ ദൈവ സ്നേഹത്തിൽ നിന്ന് തള്ളി മാറ്റുകയാണ്. ഹല്ലേലൂയ. ഇന്നൊരൊറ്റ ചർച്ചിലും ചെറുപ്പക്കാരില്ല. ഇത്തരം ദുരുപദേശങ്ങൾ ജീൻസിനകത്തവൻ കേറണ്ടെന്ന് പറയുമ്പോൾ ഏത് ചെറുപ്പക്കാരനോ യേശുവിനെ അറിയാൻ വരുന്നത്? ആമേൻ. സ്നേഹം കൊടുക്ക്, സ്നേഹം. വ്യഭിചാര കുറ്റത്തിന് പിടിച്ചുകൊണ്ട് വന്ന ഒരു സ്ത്രീയെ അനേകം പേര് കുറ്റപ്പെടുത്തി കല്ലെറിഞ്ഞപ്പോൾ യേശു കല്ലെറിയാൻ പറഞ്ഞില്ല. ന്യായപ്രമാണത്തെ വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് അവൻ നിലത്ത് കൈകൊണ്ട് പുതിയൊരു പ്രമാണം എഴുതി. സ്നേഹത്തിന്റെ പ്രമാണം. നിങ്ങളുടെ ചർച്ചിൽ വരുന്ന കുഞ്ഞുങ്ങളോട് സ്നേഹമായിട്ട് ഇടപെട്. അവര് ജീൻസ് ഇട്ടെന്ന് പറഞ്ഞ് ദൈവത്തിനൊരു പണക്കമില്ല. അവൻ ടീഷർട്ട് ഇട്ടെന്ന് പറഞ്ഞിട്ട് സ്വർഗത്ത് കൊണ്ടുപോകാതിരിക്കുന്ന ഒരു ദൈവമല്ല ഞങ്ങളെ വിശ്വസിക്കുന്ന യേശു. സ്തോത്രം. നടക്കുന്നത് പ്രശ്നം, ഇരിക്കുന്നത് പ്രശ്നം, നോക്കുന്നത് പ്രശ്നം. നിന്നങ്ങ് കോമഡി അടിക്കുക. അത് കേട്ട് ചിരിക്കാൻ സ്റ്റേജിൽ ഇരുന്ന് തലമൂത്ത കുറെ പാസ്റ്റർമാര് മുമ്പിലിരുന്ന് കരമടിച്ച് തലയറിഞ്ഞ് ചിരിക്കുന്ന കുറച്ച് വിശ്വാസികൾ നാണമില്ലേ? ഇതാണ് സുവിശേഷം. കോമഡി കേട്ട് ചിരിക്കണമെങ്കിൽ കോമഡി സ്റ്റാർ പോയി കണ്ടാ മതി. അവര് നിങ്ങളെ ചിരിപ്പിക്കും. സ്തോത്രം. എൻ്റെ അടുത്ത് ചില വീഡിയോകൾ അയച്ചു വരുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഈ കുറ്റപ്പെടുത്തൽ കേട്ടാൽ തോന്നും ഈ മാർപ്പാപ്പ രണ്ടാമനെന്നൊക്കെ പറയുന്നത് പോലെ യേശു ക്രിസ്തു രണ്ടാമനാന്ന് തോന്നി ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്നത്. ഒരു പാപമില്ലാത്ത മനുഷ്യൻ. പുള്ളിക്കാരൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ പോലെ പാപം ചെയ്യാത്തവരാരുമില്ല. ബാക്കി സകലവെണ്ണ പാപികൾ. ന്യായപ്രമാണം ഉപദേശിക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ ആരായാലും അവര് കള്ളന്മാരാ. ന്യായപ്രമാണം പറയുന്നുവെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കണം.
എനിക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യും, പറ്റാത്തത് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുന്നത് കാപട്യമാണ്. അവിടെയാണ് യേശുവിൻ്റെ സ്നേഹം. ഞാനിവിടെ ഒരു ദൈവദാസനായിട്ട് നിൽക്കുന്നത് 100% ഞാൻ ക്വാളിഫൈഡ് ആയിട്ടല്ല. അതെനിക്ക് നല്ലതുപോലെ അറിയാം. ആ ദൈവത്തിന്റെ സ്നേഹം എന്നെ പിടിച്ചു നിർത്തുകയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ, മീഡിയയിൽ കൂടെ എന്നെ കേൾക്കുന്നവർ, സ്വർഗത്തെ പോലുള്ള മാനദണ്ഡം മീശ വടിക്കുന്നത്, വെള്ളയെടുപ്പെടുന്നതോ സ്വർണ്ണമിടാത്തതോ അല്ല. ഹല്ലേലൂയ. നീ മേശ വച്ചാലും വെള്ള ഡ്രസ് ഇട്ടാലും സ്വർണ്ണമിട്ടാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ദൈവം പറയുന്നത് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം പറയാത്ത ഒരു കാര്യങ്ങളും വ്യക്തിപരമായി ഞാൻ അനുസരിക്കത്തില്ല. എന്റെ ചർച്ചിൽ വരുന്നവരെ ഞാൻ പ്രബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെന്താണ് പാസ്റ്റർ? പുതിയൊരു വെളിപ്പാട് കേട്ടോ. ഉലകത്തിൽ ആദ്യമേ ഒരു പ്രസംഗത്തിന് തുടക്കമിട്ട യോഹന്നാൻ പ്രസംഗിച്ചത് വെള്ളയുടുപ്പിട്ടോ താടി പഠിച്ചോ മീശ പഠിച്ചോ അല്ല. ഇത് സ്വർഗം അവനെ അയച്ചതായതുകൊണ്ട് സ്വർഗത്തിന് എന്തെങ്കിലും സ്വർണത്തെ പറ്റിയോ വെള്ള ഉടുപ്പിനെ പറ്റിയോ എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് വ്യക്തമായി നടപ്പാക്കിയതിന് സ്വർഗത്തിനൊന്നും തെറ്റ് പറ്റത്തില്ല. അങ്ങനെ യോഹന്നാനെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ ഇറക്കിയെങ്കിൽ വെള്ള വസ്ത്രം വേണമെങ്കിൽ സ്വർഗം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന്. അത് ചെയ്യാത്തിടത്തോളം കാലം ഇതിന് യാതൊരു പ്രശസ്തിയുമില്ല. സ്തോത്രം. ഇനി യാതൊരു പ്രശസ്തിയില്ല. നിങ്ങൾ ഏത് ഡ്രസ് ഇട്ടാലും, ഏത് കളർ ഡ്രസ് ഇട്ടാലും, നിങ്ങൾ മീശ എങ്ങനെ വെച്ചാലും ദൈവത്തിന് പരാതിയില്ല. ശൗമേലോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ശൗമേലേ, മനുഷ്യൻ കണ്ണുകൊണ്ടുള്ളത് കാണുന്നു, ഞാൻ ഹൃദയങ്ങളെ കാണുന്നു. നമുക്കത് മതിയെന്നേ. നമ്മുടെ ദൈവ ഹൃദയങ്ങളെ കാണുന്ന ദൈവമാ, പുറമേ നോക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ യേശു കർത്താവ്. ഹല്ലേലൂയ. കുറ്റം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ കോമഡി, എന്തൊക്കെ കോമഡിയാ സ്റ്റേജിൽ കിടന്ന് കാണിക്കുന്നത്. നാണമില്ലയോ? യേശുവിനെ പ്രസംഗിക്കുന്നവൻ കോമഡി കാണിക്കുക, യേശുവിനെ പ്രസംഗിക്കുന്നവൻ കുറ്റപ്പെടുത്തുകയാണോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുറ്റപ്പെടുത്തുന്നവരോട് ഞാനൊരു കാര്യം പറയാം. പഴയ നിയമത്തിലെ പ്രമാണമാണ് വ്യഭിചാരം ചെയ്യാൻ പാടില്ല. സ്തോത്രം. എന്നാൽ യേശു അത് കടുപ്പിച്ചിട്ട് യേശുവിന്റെ പ്രമാണത്തിൽ പറഞ്ഞു, സ്ത്രീയെ ഹൃദയത്തിൽ മോഹിക്കുന്നത് പോലെ പാപമാണ്. ഹൃദയം കൊണ്ടോ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തെറ്റ് ചെയ്യാത്ത ഒരുത്തനെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? നിങ്ങളെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. നിന്റെ സഭയിൽ വരുന്നവരോടുള്ള നിന്റെ പ്രവൃത്തി, നിന്റെ ഹൃദയത്തിലെ ചിന്തകൾ എങ്ങനെയാണെന്ന് നീ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മതി മറ്റുള്ളവരെ ഉപദേശിക്കാൻ. സ്തോത്രം. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ യോഹന്നാൻ മരിച്ചു. ഹേരോദാവ് യോഹന്നാനെ കൊന്നു കഴിഞ്ഞ ഉടനെ യേശു കർത്താവ് പ്രസംഗം തുടങ്ങി. സ്തോത്രം. ഒരു പ്രസംഗികനെ കൊന്നു കഴിഞ്ഞപ്പോൾ യേശു പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് യേശു അത് തന്നെ പ്രസംഗിച്ചു. മാനസാന്തരപ്പെടുവേൻ. കണ്ടോ? മാനസാന്തരപ്പെടുവേൻ. യേശുവിന് ശിഷ്യന്മാർക്ക് പറയുവാൻ ഈ ഒരൊറ്റ വാക്യമല്ല, മാനസാന്തരപ്പെടുവേൻ. അല്ലാതെ വെള്ളയുടുപ്പിടണമെന്ന് ആരും ഉപദേശിച്ചിട്ടില്ല, മീശ വടിക്കണമെന്ന് ആരും ഉപദേശിച്ചിട്ടില്ല, സ്വർണം ഊരിക്കളയണമെന്ന് ആരും ഉപദേശിച്ചിട്ടില്ല. പുതിയ നിയമത്തിന്റെ അകത്തില്ലാത്ത ഉപദേശങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഒരു ഉപദേശമുണ്ടെങ്കിൽ അത് യേശു പറയണമായിരുന്നു. സ്തോത്രം. യേശു കർത്താവ് യോഹന്നാന്റെ കരക്കിൽ സ്നാനപ്പെടുവാൻ ഇറങ്ങിച്ചെന്നപ്പോൾ യേശു കർത്താവ് വെള്ള ഡ്രസ് ഇട്ടിട്ടില്ല, യേശു കർത്താവ് മീശ പഠിച്ചില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. സ്തോത്രം. യേശു സ്നാനപ്പെടുത്തുമ്പോൾ യേശു വെള്ള ഡ്രസ് ഇട്ടല്ല സ്നാനപ്പെടുത്തിയത്. യേശു ആരോട് പറഞ്ഞില്ല നിങ്ങൾ ഇന്ന ഡ്രസ് കോഡിൽ വരണമെന്ന്. യേശു ഉപദേശിക്കാത്ത ഉപദേശങ്ങൾ ഉപദേശമല്ല. എന്നെ കേൾക്കുന്നവർ, പ്രിയമുള്ളവർ, നിങ്ങൾക്ക് ബുദ്ധിയല്ലേ? ആവശ്യമില്ലാത്ത കെട്ടുപാടുകൾ വിട്ട് പുറത്തു വരിക, എന്നാലേ നീ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ന്യായപ്രമാണത്തെ പൊളിച്ചു ദൂരെ കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിലോട്ട് കടന്നു വാ. ഹല്ലേലൂയ. എന്റെ യേശുവിന് തെറ്റുപറ്റില്ല, സ്വർഗപിതാവിന് തെറ്റുപറ്റത്തില്ല. അങ്ങനെ ഒരു പ്രമാണമുണ്ടെങ്കിൽ തമ്പുരാൻ അത് പറയിപ്പിച്ചതിന് ക്രിസ്തുവിനെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശു പഠിപ്പിക്കാത്തത്, യേശു പ്രസംഗിക്കാത്തത്, അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്തത്, അപ്പോസ്തലന്മാർ പ്രസംഗിക്കാത്തത് ഒന്നും
നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവെക്കുന്നത് പാപമാണ്. സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾക്ക് മാലയിടണമോ സ്വർണ്ണമിടണമോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എന്തിട്ടാലും അത് ആർക്കും ഒരു പ്രശ്നമല്ല. സ്വർണം ഇടുന്നവൻ സ്വർണത്തെ ഇട്ടോണ്ട് നടക്കട്ടെ, കളർ ഡ്രസ് ഇടുന്നവൻ കളർ ഡ്രസ് ഇടട്ടെന്നേ, വെള്ള ഇടുന്നവൻ വെള്ള ഇടട്ടെന്ന്, മീശ പഠിച്ചവൻ മീശ പഠിക്കട്ടെന്ന്, ആർക്കും പ്രശ്നമില്ല. നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാനൊരു വാക്യം വായിക്കാം, റോമർ 14:5. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുത്തൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. കേട്ടോ? അപ്പോൾ ചിലർ ചില ദിവസങ്ങളെ ആചരിക്കും, ചിലർ എല്ലാ ദിവസങ്ങളെ ആചരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടമാണെന്നാണ് വചനം പറയുന്നത്. വാക്യം 6, ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു. ഹല്ലേലൂയ. നീ ഒരു ദിവസത്തെ ആദരിക്കുന്നുള്ളൂ. വചനം പറയുന്നു നിങ്ങൾ അത് കർത്താവിനെ ആദരിക്കുകയാണ്. സ്തോത്രം. തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ടോ? തിന്നുന്നവനും തിന്നാത്തവന് ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർണ്ണമിട്ടവന് സ്വർണ്ണമിടാത്തവന് ദൈവത്തെ സ്തുതിക്കുന്നു. വെള്ളയിട്ടവന് വെള്ളയിടാത്തവന് ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാൻ പറ്റും? എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ദുരുപദേശങ്ങൾ വിട്ടൊഴിയുക.